പൂഞ്ഞാറിൽ LDF മുന്നിൽ നിൽക്കുന്നു, പാലായിൽ UDF 32 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു എന്നാണ് കാണേണ്ട കാര്യം. NDA പാലക്കാട് ലീഡ് ചെയ്യുന്നത് 5-5 വോട്ടിനാണ്. NDA പാലക്കാട് പേരാമ്പ്രയിൽ LDF ലീഡ്, കൊടുവള്ളിയിൽ UDF ലീഡ്, ബേപ്പൂരിൽ LDF ലീഡ്, പേരാമ്പ്രയിൽ LDF ആണ് ലീഡ് കേട്ടോ നിഷാദ്. യെസ്, തുടക്കത്തിലെങ്കിലും ഫാത്തിമ തഹ്ലിയക്ക് ലീഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അത് മാറി. LDFന്റെ ലീഡ് പ്രകടമാണ്. പേരാമ്പ്രയിൽ 26 എലത്തൂരിൽ UDF ആണ് ലീഡ്, 56 വോട്ടിന് UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു. ബേപ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ് 12 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. കൊടുവള്ളിയിൽ UDF 12 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. 56 വോട്ടിന് എലത്തൂരിൽ UDF ലീഡ് ചെയ്യുന്നു. തുടക്കത്തിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരിക്കുന്ന കൊച്ചിയിൽ LDFനാണ് ലീഡ്, LDF 12 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. തൃക്കാക്കരയിൽ UDF ലീഡ്. വട്ടിയൂർക്കാവിൽ LDF സ്ഥാനാർത്ഥി പ്രശാന്ത് 21 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. അരുവിക്കരയിൽ LDF ലീഡ് ചെയ്യുന്നു. ചിറയൻകീഴിൽ LDF ലീഡ് ചെയ്യുന്നു. വർക്കലയിൽ LDF ലീഡ് ചെയ്യുന്നു. 26 LDFും UDFും സമാസമായി 27-26. ആദ്യത്തെ ഒരു നോട്ടത്തിൽ ഒരു തരംഗവുമില്ലേ എന്ന് നമ്മെ സംശയിപ്പിക്കും വിധത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. കൊയിലാണ്ടിയിലും ബാലുശ്ശേരിയിലും UDF ലീഡ്. കൊയിലാണ്ടി, ബാലുശ്ശേരി, എലത്തൂര്, കൊടുവള്ളി UDF ലീഡ്. പേരാമ്പ്രയിലും ബേപ്പൂരിലും LDF ലീഡ്. ഏറ്റുമാനൂരിൽ കോട്ടയത്ത് VN വാസവൻ 37 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷിന് ആദ്യഘട്ടത്തിൽ ലീഡെടുക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെ കാണുക. പാലക്കാട്ടേക്ക് പോയാൽ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ UDF ലീഡ് ചെയ്യുന്നു. മലമ്പുഴയിൽ LDF 63 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. ആലത്തൂരിൽ LDF ലീഡ് ചെയ്യുന്നു.